കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പം അവരെന്ത് ചെയ്താലും വീട്ടിലുള്ള എല്ലാവരും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യും അല്ലേ. ഗുഡ് ഗേൾ, ഗുഡ് ബോയ് ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്യും. ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യും, പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതൽ താല്പര്യത്തോടെ ചെയ്യും. അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മോട്ടിവേഷനാണ് ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവർ വളരുന്നതിനനുസരിച്ച് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഈ മിടുക്കി, മിടുക്കൻ എന്നുള്ള വാക്കിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നില്ലേ. ഇവിടുത്തെ കാര്യം പറയാവേ. അതുപോലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ചെയ്തു തുടങ്ങിയ സമയത്ത് എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് കൈ കൊട്ടി കാണിക്കും. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആവും. ഇപ്പോൾ അവനത് സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ പലപ്പോഴും വലിയ സംഭവമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ അവനത് വലിയ കാര്യം തന്നെയാണ്. അവൻ വന്ന് കൈകൊട്ടി കാണിച്ച് നമ്മളെ കൊണ്ട് ഗുഡ് ബോയ് എന്ന് പറയിപ്പിച്ചിട്ടേ അവൻ പോവുള്ളൂ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവരൊരു കാര്യം ചെയ്ത് സക്സസ് ആയാൽ മാത്രമല്ല കേട്ടോ, ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു, അപ്പോഴും നമുക്ക് പറയാം ഗുഡ് ഗേൾ, നന്നായിട്ട് ട്രൈ ചെയ്തു, അടുത്ത തവണ നമുക്ക് വിൻ ചെയ്യാം, നിന്നെ കൊണ്ട് പറ്റും. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഏതൊരു മനുഷ്യനും ഒരു പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൊച്ചൊരു പടം വരച്ചു, എന്തെങ്കിലും ഒരു ആർട്ട് ചെയ്തു, അവരെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അതിലും ബെറ്ററായിട്ട് അടുത്ത തവണ അവരത് ചെയ്യും. അതേസമയം നിനക്കൊന്നും വേറെ പണിയില്ലേ, പോയിരുന്ന് പഠിക്ക് എന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ ഒരു കഴിവിൻ്റെ കാര്യത്തിൽ അപ്പം തന്നെ തീരുമാനമായി. അവരുടെ നന്മകളെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണമെന്നേ നമ്മൾ. അവർ ഉയരങ്ങളിലെത്തട്ടെ, നല്ല മിടുക്കരായിട്ട് വളരട്ടെ.